ലാസ്റ്റ് ക്ലാസ് വരെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതിൻ്റെ പ്രിപ്പറേഷനാണ് ബേസിക് കൺസെപ്റ്റ്സിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വാട്സപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ലാസ്റ്റ് വീക്കിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാത്തത് കംപ്ലീറ്റ് ചെയ്യുക, അതിലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂഷനിൽ ഇനി നമുക്ക് വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് തിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. വളരെ ഒരു എന്താ പറയുക, അത്രയും കൂടുതൽ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇതിൽ. ജസ്റ്റ് ദ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്മേൽ ഫേമിൽ നിന്നും കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ടു ദ ബിസിനസ്. അതിന് റിവാർഡായിട്ട് ബിസിനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ റിവാർഡ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ദാറ്റ്സ് ആൻ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ്. വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബിസിനസ് ടുവേഡ്സ് ദ ക്യാപിറ്റൽ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്നേഴ്സ് ഈ പണം ക്യാപിറ്റലായിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മറ്റേതെങ്കിലും സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ they would have earned some interest on that. ആ ഇൻട്രസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേമിൽ നിന്ന് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ബേസിക് റീസൺ ബിഹൈൻഡ് അലൗവിങ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ബൈ ദ ബിസിനസ് ടു ദ പ്രൊപ്പറൈറ്റർ. അത് എക്സ്പെൻസാണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക. സപ്പോസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കും. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുള്ളതാണ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും കാണിക്കും. സോ ഓൾസോ ഇൻ ദ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക. കാരണം ഇറ്റ്സ് ആൻ എക്സ്പെൻസ്. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനാണ് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് ഒരു റൂളായിട്ട് പറയുകയാണെങ്കിൽ നോർമലി ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് ഈച്ച് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് എന്നാണോ അന്നത്തെ ക്യാപിറ്റലിന്മേൽ, ആ ദിവസത്തെ ക്യാപിറ്റലിന്മേലാണ്, അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതിന്മേലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓൺ 1st Jan 2019 അന്നത്തെ ക്യാപിറ്റൽ 50,000 എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതിൻ്റെ ഇപ്പോൾ 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ 10%, ദാറ്റ് ഈസ് 5,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക. സോ ദാറ്റ് ഈസ് നോർമലി ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ഡേറ്റ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടങ്ങുന്ന ദിവസം, ദാറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഡേറ്റ്. അന്നത്തെ ക്യാപിറ്റൽ എത്രയാണോ അതിന്മേലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിലാകെ ഒരു അഡീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഇനി പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഒന്നുമില്ല. ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഓൺ ദ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ പീരീഡിൽ, ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇടക്കാലത്ത് വെച്ച് എപ്പോഴെങ്കിലും ഒരു പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സപ്പോസ് 1st January ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞു, 1st August 2019 ഒരു പാർട്ട്ണർ 20,000 അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബിസിനസ്സിലേക്ക് വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അതാണ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്? വളരെ സിമ്പിൾ ലോജിക്കാണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. 1st August കൊണ്ടുവരുന്നു, അന്ന് മുതലാണ് ആ ക്യാപിറ്റൽ ഫേമിൽ ഉപയോഗിക്കുന്നത്. ആ ഫേമിൽ ഫണ്ട് ഉപയോഗിക്കുന്നതിനുള്ള റിവാർഡാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ എന്ന് മുതൽ ഉപയോഗിക്കുന്നു? ദാറ്റ് ഈസ് എംപ്ലോയിഡ് ഓൺ 1st August. അപ്പോൾ 1st August to the closing date is 31st December because the opening date was 1st Jan.
അപ്പോൾ 31 ഡിസംബറിനാണ് നമ്മളെ ക്ലോസിംഗ് ഡേറ്റ് വരിക. അപ്പോൾ ഇത് ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ് 1 ഓഗസ്റ്റ് ആണ്. ക്യാപിറ്റലിൻ്റെ നമ്മൾ ബിസിനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്ന ഇയർ. ഡേറ്റ് ദാറ്റ് ഈസ് 1 ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 5 മന്ത്സിനുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ 20,000 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 20,000-ൻ്റെ 10% for 5 months to be calculated should be proportionately reduced. കാരണം 1 Jan മുതൽ ഇല്ല, ആ ഫണ്ട് എംപ്ലോയ് ചെയ്തിട്ടുള്ളത് 1 ഓഗസ്റ്റിനാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് അഡീഷൻ ഈസ് 1 ഓഗസ്റ്റ്. ഫ്രം 1 ഓഗസ്റ്റ് ടു 31 ഡിസംബർ 5 മന്ത്സ്. അപ്പോൾ 5 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ പോയിന്റ് ടു ബി റിമെമ്പേർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് അഡീഷണൽ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ദ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഒരു നോർമലായിട്ടുള്ള ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ ലോണിന്മേൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയും അതുപോലെ ഡ്രോയിങ്സിന്മേലും കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇതിന്മേലും കാൽക്കുലേറ്റ് ചെയ്യുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ അതിലാകെ ഒരു അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുമുണ്ട് ക്യാപിറ്റലിന്മേൽ. അത് ദാറ്റ് ഈസ് ഡെബിറ്റഡ് ടു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എൻ ഐറ്റം വിച്ച് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. അറിയാം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ. അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. അത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് തിങ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്, മറ്റത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമുക്കറിയാം, ഇത് ഈ പറഞ്ഞ പോലെ ഡ്രോയിങ്സിന്മേൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്മേൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് ഡ്രോയിങ്സിന്മേൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണെന്ന് നമുക്കറിയാം. ഡ്രോയിങ്സ് ഈസ് ദ എമൗണ്ട് വിത്ഡ്രോൺ ബൈ ദ പാർട്ട്നേഴ്സ് ഫോർ പേഴ്സണൽ യൂസിന് വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് പാർട്ട്നേഴ്സ് വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രോയിങ്സിന്മേൽ പാർട്ട്നേഴ്സ് ഫേമിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്യാപിറ്റലിന്മേൽ ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മറിച്ച് ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ഫേമിൽ നിന്നും വിത്ഡ്രോ ചെയ്യുന്നു ഫോർ ദെയർ പേഴ്സണൽ യൂസ്. അപ്പോൾ അതിന് എന്ത് വേണം? ഫേമിൽ നിന്നല്ല ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ദേ ആർ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് പാർട്ട്നേഴ്സാണ്, അവർ വേണം ഇൻട്രസ്റ്റ് കൊടുക്കാൻ. അപ്പോൾ അത് ഫേമിന് കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുകയാണ്. സോ ഇറ്റ്സ് എൻ ഇൻകം. അതൊക്കെ നമുക്കറിയാം. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഇൻകമായിട്ട് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറുമുണ്ട്. അതെന്താണ് കാരണം? അത് ഫേമിലേക്ക് കിട്ടുന്നതുകൊണ്ട്. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ട പ്രോബ്ലത്തിലൊക്കെ ഒന്നുകിൽ ഒരു പെർസെൻറ്റേജ് തരും, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് തരും. കൂടുതൽ കേസുകളിലും എമൗണ്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് തരുമ്പോൾ, പെർസെൻറ്റേജ് ആയിട്ട് തരുമ്പോൾ ഈ ക്യാപിറ്റലിൻ്റെ കണ്ടുപോലെ തന്നെ ഒരു വർഷത്തെ ഡ്രോയിങ്സ് തരുന്നു. അപ്പോൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് തരികയാണെന്നുണ്ടെങ്കിൽ പറയാണ് ഡ്യൂറിങ് ദി ഇയർ എ ഹാഡ് വിത്ഡ്രോൺ 5,000 rupees ഫോർ ഹിസ് പേഴ്സണൽ യൂസ് എന്ന് പറയുകയാണെങ്കിൽ 5,000 ആണ് ഡ്രോയിങ്സ്. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, സേ 6% എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഈസ് ഗിവൺ, ആൻഡ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്രോൺ ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുകയാണെങ്കിൽ ആ വർഷം വിത്ഡ്രോ ചെയ്തു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് അതിനൊരു ഡേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ പറയുകയാണ് ഓൺ 1 January 2020 അല്ലെങ്കിൽ 2019 5,000 ഈസ് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 January തൊട്ട് 31 December ആണ് ക്ലോസിംഗ് ഡേറ്റ് എന്നുണ്ടെങ്കിൽ 31 December 19 വരെ ഉള്ള ഒരു കൊല്ലത്തേക്ക് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ 6% കണ്ടാൽ മതി. അപ്പോൾ അതിന് നമുക്ക് ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ ഓപ്പണിംഗ് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫോർ ഫുൾ 1 ഇയറിലേക്ക് നമ്മളത് കണ്ടുപിടിക്കുന്നു. അതാണ് ഈ 50,000-ന് 6% പ്രകാരം ഇൻട്രസ്റ്റ് കണ്ടത്.
5,000 6% പ്രകാരം 300 രൂപ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ഏതാണ് സിറ്റുവേഷൻ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ചാർജ് ഫോർ ദ ഫുൾ ഇയർ ബിക്കോസ് ദ ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ ഈസ് ഗിവൺ. ഇനി മറ്റൊരു സിറ്റുവേഷൻ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ തന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 ജാനുവരി 2019 വിത്ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പകരം ഇവിടെ വിത്ഡ്രോ ചെയ്ത ഡേറ്റ് പറഞ്ഞിട്ടില്ല. വിത്ഡ്രോ ചെയ്ത ഡേറ്റ് തന്നിട്ടില്ല. ഡ്യൂറിങ് ദി ഇയർ എൻ എമൗണ്ട് ഓഫ് 5,000 ഈസ് വിത്ഡ്രോൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വർഷം 5,000 റുപ്പീസ് പേഴ്സണൽ യൂസിന് വിത്ഡ്രോ ചെയ്തു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡേറ്റ് ഈസ് നോട്ട് ഗിവൺ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സിറ്റുവേഷൻസ്. അങ്ങനെ വന്നാൽ it is assumed that it is charged for an average period of 6 months. അതൊരു റൂളാണ്. ഒരു ഏവറേജ് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ 5,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12. ഈ 6/12 എന്നുള്ളത് അത് ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ എടുക്കണം. ഇഫ് ദ ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ അങ്ങനെയാണ് പറയുക, ഡ്യൂറിങ് ദി ഇയർ സോ മച്ച് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ എന്ന് മാത്രമേ പറയുള്ളൂ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇത്ര, അതും പറയും, 6%, 10% അങ്ങനെ പറയും. അപ്പോൾ റേറ്റിൽ കാണുക ആ റേറ്റ് ഇൻറ്റു 6/12. അത് ദാറ്റ് ഈസ് ഒരു ഏവറേജ്, അതൊരു എസംഷനാണ്. ആ എസംഷനിൽ ഒരു 6 മാസത്തെ ഏവറേജ് നമ്മൾ കാണുന്നു. അതിൽ ചിലപ്പോൾ 10 മാസം മുമ്പ് വിത്ഡ്രോ ചെയ്തിട്ടുണ്ടാവും, 2 മാസം മുമ്പ് വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ഏവറേജ് കണക്കാക്കിയിട്ട് മാത്തമാറ്റിക്കലി അതൊരു 6 മന്ത്സിന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഡേറ്റ് തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് ഒരു കൊല്ലത്തേക്കോട്ട് കാണാനും പറ്റില്ല, കാരണം ഡേറ്റ് നമുക്ക് പറയാത്തോടത്തോളം കാലം. ഇതാണ് മറ്റൊരു സിറ്റുവേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് പല വിധത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 2 സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൂന്നാമത്തേതെന്ന് പറയുന്നത് എവറി മന്ത് എ ഫിക്സഡ് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ ബൈ ദ പാർട്ട്നേഴ്സ്. എല്ലാ മാസവും ഇതൊക്കെ പാർട്ണർഷിപ്പ് ഡീലിൽ പറയുമോ ഇവർ എങ്ങനെയാണ് വിത്ഡ്രോവൽ എന്നുള്ളത്. അതിനനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഏത് സിറ്റുവേഷൻ തന്നാലും നമ്മൾ ആസ് എൻ അക്കൗണ്ടൻറ്റ് വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള ഏത് സിറ്റുവേഷൻ തരാം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കണം. അപ്പോൾ എവറി മന്ത് ഫിക്സഡ് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ, ആ സിറ്റുവേഷൻ ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ജസ്റ്റ് അത് കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഫിക്സഡ് എമൗണ്ട് ആണ്, എല്ലാ മാസവും ഒരേ എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നു. അതാണ് ഫിക്സഡ് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ എവരി മന്ത് എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത് ആകാം, അല്ലെങ്കിൽ അറ്റ് ദ മിഡ് ഓഫ് ദ മന്ത് ആകാം, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ആകാം. അങ്ങനെ 3 രീതിയിൽ ആ വിത്ഡ്രോവൽ നടക്കാം. സെയിം എമൗണ്ട് ആയിരിക്കും എല്ലാ മാസവും. അത് വിത്ഡ്രോ ചെയ്യുന്നത് എല്ലാ മാസവും സപ്പോസ് 1-ാം തീയതി, അല്ലെങ്കിൽ 15-ാം തീയതി മിഡിൽ ഓഫ് ദ മന്ത്, അല്ലെങ്കിൽ 30-ാം തീയതിയോ 31-ാം തീയതിയോ മാസം അവസാനിക്കുന്ന സമയത്ത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ബിഗിനിങ് ഓഫ് ദ മന്ത്, ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറയും. ഒരു എമൗണ്ടും തരും. സേ ഇപ്പോൾ എവരി മന്ത് ബിഗിനിങ് എ വാസ് ഡ്രോയിങ് 500 റുപ്പീസ്. എല്ലാ മാസവും 1-ാം തീയതി ബിഗിനിങ്ങിൽ 500 രൂപ വെച്ച് വിത്ഡ്രോ ചെയ്യുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. 500 ഒരു മാസത്തേക്കാണ്, അപ്പോൾ ഒരു കൊല്ലത്തേക്ക് 500 ഇൻറ്റു 12, അപ്പോൾ എത്രയായിരിക്കും? 6000. അപ്പോൾ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 6000 അറ്റ് ദ റേറ്റ് ഓഫ് 500 റുപ്പീസ് പെർ മന്ത് ഇൻറ്റു റേറ്റ് തന്നിട്ടുണ്ട് സേ 5%. ഇൻറ്റു ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ഒരു കൊല്ലത്തേക്കാണ് വരിക ഈ കണ്ടുപിടിച്ചുള്ളത്. ഈ ബിഗിനിങ് ഓഫ് ദ മന്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 6.5 മാസത്തേക്കുള്ളതാണ് നമ്മൾ കാണേണ്ടി വരിക.
ശ്രദ്ധിക്കുക, ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് തന്നിട്ടുണ്ടാവും ഇൻറ്റു 6.5/12, അതായത് 6 മാസത്തേക്കുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായിരിക്കും ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ. 1/2 6.5/12 അതായിരിക്കും. ഇത് മിഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ, മിഡിലാണ്, അങ്ങനെ വരികയാണെങ്കിൽ ഇതിലൊരു ചേഞ്ചേ ഉള്ളൂ. 6000 ഡ്രോയിങ്സ് 5% ഇൻറ്റു 6/12 വരും മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ. ഇത് എവരി മന്ത് എൻഡിലാണെങ്കിൽ, എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറയുകയാണെങ്കിൽ 6000 ഇൻറ്റു 5/100 ഇൻറ്റു 5.5/12 വരും, അതായത് 5.5, 5.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ബൈ ഹാർട്ട് ചെയ്തോളണം. ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആണ് എന്നുണ്ടെങ്കിൽ മന്ത്ലി ഡ്രോയിങ്സിന് ആനുവൽ ഡ്രോയിങ്സ് ആക്കുക, മൾട്ടിപ്ലൈഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ദെൻ എന്ത് വേണം? 6.5/12. അത് മിഡിൽ ഓഫ് ഈച്ച് മന്ത് എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റു 6/12. അത് എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ 5.5/12 5/12. ഈ കിട്ടുന്നതായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തരണം. മനസ്സിലായി? ഇനി ഇത് മന്ത്ലിയാണ്. ഇനി ക്വാർട്ടർലി ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ്, ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞു വെക്കണം. ഇത് ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറഞ്ഞത് ഈച്ച് ക്വാർട്ടർ ആവും. അപ്പോൾ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എവരി 3 months. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ജാൻ ടു മാർച്ച്. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടറായി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ ബിഗിനിങ്ങിലാണ്, ആ ക്വാർട്ടർ ആരംഭിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ ആണെങ്കിൽ ജനുവരി ആദ്യമായിരിക്കും അത് വിഡ്രോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇതുപോലെ മിഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ, എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ, മന്ത്ലി പറഞ്ഞ പോലെ, പക്ഷേ കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രയാണ് ഡ്രോയിങ്സ് നോക്കുക. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ 1000. അപ്പോൾ ഇയർലി മനസ്സിലായില്ലേ? ഒരു കൊല്ലം എത്ര ക്വാർട്ടർ ഉണ്ടാവും? 4 ക്വാർട്ടർ. 3 മാസം കൂടുമ്പോഴല്ലേ ഒരു ക്വാർട്ടർ വരും. അപ്പോൾ 4 ക്വാർട്ടർ. അപ്പോൾ 1000 ആണ് ഒരു ക്വാർട്ടറിലെന്നുണ്ടെങ്കിൽ 4. അപ്പോൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 4000. ആനുവൽ ഡ്രോയിങ്സ് വിൽ ബി 4000. 4 ക്വാർട്ടറിന് 4000 ഇൻറ്റു റേറ്റ് ഈസ് ഗിവൺ 5/100. നേരത്തെ അതേ റേറ്റ്. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 7.5 ഡിവൈഡഡ് ബൈ 12. 7.5/12. ഇത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ആവറേജ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് കിട്ടുന്ന ഫോർമുലയാണ്. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ വീണ്ടും ആനുവൽ ഡ്രോയിങ്സ് 4000 5% ഇൻറ്റു 6/12. അത് 6 monthsനാണ് കാണുക. മനസ്സിലായില്ലേ? മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ വീണ്ടും ആനുവൽ ഡ്രോയിങ്സ് 4000 5/100 ഇൻറ്റു 4.5/12 വരും. 4.5/12. ഇത് ബൈ ഹാർട്ട് പഠിക്കയിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഇത് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണോ, മിഡിലാണോ, എൻഡാണോ നോക്കുക. ബിഗിനിങ് ആണെങ്കിൽ 7/12 കാണണം. അതായത് ആനുവൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ്, ഇതൊക്കെ നമുക്കറിയാം. ഓൺലി ഈ പ്രൊപ്പോർഷനറ്റ് ആയിട്ട് മാസത്തിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ബിഗിനിങ് ആണെങ്കിൽ 7.5, മിഡിലാണെങ്കിൽ 6/12, എൻഡ് ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ 4/12. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് വിഡ്രോ ചെയ്യുന്ന പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം. മനസ്സിലായില്ലേ? കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഇത് ഓരോന്നും എഴുതി വയ്ക്കുക.
മനസ്സിലായില്ലേ? അതിൽ ഓരോ എക്സ്പ്ലനേഷൻ എഴുതാൻ പർട്ടിക്കുലർ കോളത്തിൽ ഷുഡ് ബി ലൈക്ക് ദിസ്. ഞാനിവിടെ ഇപ്പോൾ എഴുതാം. ആ രീതിയിൽ നിങ്ങൾ ഇത് എഴുതണം. അത് എഴുതി ജസ്റ്റ് മക്കപ്പ് ചെയ്ത് പഠിക്കുക. അത് കാൽക്കുലേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുക. എന്നിട്ട് ഓരോ ഫസ്റ്റ് കേസ് എഴുതുക. റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് ഈസ് ഗിവൺ, എമൗണ്ട് ഈസ് ഗിവൺ, date of withdrawal is given. Date of withdrawal given. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എമൗണ്ട് ഇൻറ്റു റേറ്റ്. ഇത് 1 ഇയറിനാണ്. ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തൊട്ടിട്ട് 1 വർഷം. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൺ ഓപ്പണിംഗ് ഡേറ്റ് ആണെങ്കിൽ 1 ഇയറിന് കണ്ടാൽ മതി. എമൗണ്ട് ഇൻറ്റു റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ 5% അല്ലെങ്കിൽ 6% ലൈക്ക് ദാറ്റ്. അതേപോലെ ഈ ഡേറ്റ് തന്നിട്ടുണ്ടെന്നിട്ട് വേറെ ഓപ്പണിംഗ് ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രം ദ ഡേറ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കാണണം. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത്, പീരീഡ് ഓഫ് വിഡ്രോവൽ എന്ന് പറയുന്നത് എന്താണ്? വിഡ്രോവൽ ഡേറ്റ്. വിഡ്രോവൽ ഡേറ്റ് ടു ക്ലോസിംഗ് ഡേറ്റ്. ഈ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കണ്ടിട്ട്, സപ്പോസ് ഇത് 1 ഓഗസ്റ്റിനാണ് വിഡ്രോവൽ. അപ്പോൾ 1 ഓഗസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ ആണെങ്കിൽ 31 ഡിസംബർ വരെ, അല്ലെങ്കിൽ ക്ലോസിംഗ് മാർച്ച് ആണെന്നുണ്ടെങ്കിൽ മാർച്ച് വരെ. ആ പീരീഡാണ് വിഡ്രോവൽ ഡേറ്റ് ടു ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് കാണണം. ഇതാണ് ഡ്രോയിങ്സ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ, നിങ്ങൾ എഴുതാൻ ബുക്കിൽ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എമൗണ്ട് തന്നിട്ടുണ്ട് വിഡ്രോവൽ, ഡേറ്റ് തന്നിട്ടില്ല, റേറ്റ് ഉണ്ട്. ഇപ്പോൾ 5,000 ഈസ് വിഡ്രോൺ എവറി ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഈസ് 6% എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡേറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആവറേജ് 6 മന്ത്സ് ബുക്കിൽ നോക്കിയാൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി വയ്ക്കാം. എഴുതി ഒരു പ്രാവശ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ അത് നോക്കി ഒരു ടേബിൾ നോക്കണ പോലെ നോക്കി ചെയ്യാവുന്നതാണ്. 2 എഴുതുക. എമൗണ്ട് ഈസ് ഗിവൺ, റേറ്റ് ഈസ് ഗിവൺ, ബട്ട് നോ വിഡ്രോവൽ ഡേറ്റ്. അപ്പോൾ അങ്ങനെ വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ 6 മന്ത്സ് ഫോർ എൻ ആവറേജ് പീരീഡ് ഓഫ് 6 മന്ത്സ്. അങ്ങനെ ഓരോന്നും എഴുതി വെച്ച്, പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പീരീഡിനനുസരിച്ചിട്ട് ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്, മിഡിൽ ഓഫ് ഈച്ച് മന്ത്, അങ്ങനെ നമ്മൾ അത് എഴുതി വെച്ചിട്ട് അത് ബൈ ഹാർട്ട് പഠിക്കുക. എന്നിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഇതിൽ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു മെത്തേഡും കൂടി ഉണ്ട്. അതും കൂടി പഠിച്ചിട്ട് വേണം അതിലെ പ്രോബ്ലംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഈ പറഞ്ഞ മെത്തേഡ്സിലുള്ള കാൽക്കുലേഷനും എല്ലാം പഠിക്കുക. അതിന് ശേഷം ഇതിൽ ഈ ഒരു മെത്തേഡ് കൂടി പഠിച്ചാൽ നമുക്ക് ഇതിൽ രണ്ടിലെയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ തന്നെ ആ പേരിന് തന്നെ, കാൽക്കുലേഷൻ തന്നെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യുക. നോർമലി ദ വിഡ്രോവൽ ഈസ് മെയ്ഡ് ഡ്യൂറിങ് വേരിയസ് ഡേറ്റ്സ് ഇൻ എ ഇയർ. നേരത്തെ പറഞ്ഞത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്
ഒരു ഫിക്സഡ് ആയിട്ടുള്ള പീരീഡാണ്. ഇപ്പോൾ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് അല്ലെങ്കിൽ മിഡിൽ ഓഫ് ഈച്ച് മന്ത് അല്ലെങ്കിൽ ഈച്ച് ക്വാർട്ടർ പീരീഡ് ഫിക്സ്ഡ് ആയിരിക്കും. ഇത് വേരിയസ് ഡേറ്റ്സിലുള്ള കാൽക്കുലേഷൻ, പല പീരീഡിലാണ് കാൽക്കുലേഷൻ വരുന്നത്, പല ഡേറ്റ്സുകളിലാണ്. അപ്പോൾ വിഡ്രോവൽ ഓൺ ഡിഫറെൻറ്റ് ഡേറ്റ്സ്. റേറ്റ് തന്നിട്ടുണ്ട്, ഇത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഒരു വർഷത്തെ പല ദിവസങ്ങളിൽ വിഡ്രോവൽ തരുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡേറ്റും സാധാരണഗതിയിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഡേറ്റ് വെച്ചിട്ടാണ്. ഏത് ഡേറ്റ്? ഫ്രം ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ ക്ലോസിംഗ് ഡേറ്റ്. ആ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പലതായിരിക്കും, ഒരു കോമൺ ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്ന പീരീഡ് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ മാത്തമാറ്റിക്കലി പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മെത്തേഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ആ ടേബിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ കഴിയും. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റിൻ്റെ കാൽക്കുലേഷനേ ഉള്ളൂ. അതിന് വേണ്ട ഡാറ്റ നമ്മൾ കണക്കാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ, ഈ പ്രോഡക്റ്റ് മെത്തേഡ് എടുക്കുന്ന സിറ്റുവേഷൻ ഓർക്കണം. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഡിഫറൻ്റ് ആണ്. ഒരു വർഷം 4 or 5 ഡേറ്റുകൾ, പല ഡേറ്റുകളിലായിട്ടാണ് വിഡ്രോവൽ. മനസ്സിലായില്ലേ? പിന്നെ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് പല എമൗണ്ടാണ്, ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല. ഇപ്പോൾ എവരി മന്ത് 5,000 അല്ലെങ്കിൽ എവരി മന്ത് 500 എന്ന് പറയുന്നതിന് പകരം പല മാസം, ഒരു മാസം 2000 എടുത്തു, പിന്നത്തെ മാസം 3000 എടുത്തു. അത് പല ഡേറ്റുകളാണ്. ആദ്യത്തെ മാസം ജനുവരി 4 എടുത്തു, പിന്നത്തെ മാസം ഫെബ്രുവരി 1 എടുത്തു, പിന്നെ ഒരു മാസം 28 എടുത്തു. അങ്ങനെ പല ഡേറ്റിന്. അപ്പോൾ എമൗണ്ട് ഈസ് ഡിഫറെൻറ്റ്, വിഡ്രോവൽ എമൗണ്ട് ഈസ് ഡിഫറെൻറ്റ്, വിഡ്രോവൽ ഡേറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാണ് പീരീഡ്? എത്ര മാസത്തേക്കാണ്? ദിസ് ഈസ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ, ദിസ് ഈസ് എമൗണ്ട് ഓഫ് വിഡ്രോവൽ, ദിസ് ഈസ് പീരീഡ്. പീരീഡ് എന്ന് പറയുന്നത് എത്ര മാസമാണ് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. ഈ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസമുണ്ട്, അതാണ് ഈ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പീരീഡ് കണ്ടുവച്ച് കഴിഞ്ഞാൽ അടുത്തത് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പീരീഡ്, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 4th ഫെബ്രുവരി 19 ഒരു വിഡ്രോവൽ നടത്തി 2000 രൂപ. വി ആർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഓൺ 31st March എവറി ഇയർ. അപ്പോൾ 31st March 19 നമ്മൾ ക്ലോസ് ചെയ്യണം. ദറ്റ് ഈസ് ദ ക്ലോസിംഗ് ഡേറ്റ്. എവറി ഇയർ ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഇത്രയും ദിവസമാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫെബ്രുവരിയിൽ എത്ര ദിവസം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫെബ്രുവരിയിൽ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ 1st ഫെബ്രുവരി എടുക്കുക. അപ്പോൾ പിന്നെ ഒരു മാസമായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഫെബ്രുവരി മാർച്ച് 2 മാസമാണ് ഇതിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് ഇൻ മന്ത്സ് ആണ്. ഡേയ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം ഡിഫറൻസ്. അപ്പോൾ 2 months ഫെബ്രുവരി മാർച്ച് 31st വി ആർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ്. ഇപ്പോൾ 2 months ദിസ് ഈസ് ദ പീരീഡ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദ പീരീഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ എമൗണ്ട്. 2000 into 2 4000. ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. മനസ്സിലായി? ഇതേപോലെ ഓരോ വിഡ്രോവലിൻ്റെയും നമ്മൾ എമൗണ്ട് കാണുക, പീരീഡ് കാണുക, പ്രോഡക്റ്റ് കാണുക. ഈ പ്രോഡക്റ്റുകളെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ്. ദിസ് ഈസ് ടോട്ടൽ ഓഫ് ദ പ്രോഡക്ട്സ്.
സം ഓഫ് ദ പ്രോഡക്ട്സ് എന്ന് പറയും. സം മീൻസ് ദ ടോട്ടൽ. ഇതേപോലെ ഓരോ വിഡ്രോവലിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷം പല വിഡ്രോവൽ, പല ഡേറ്റിൽ പല എമൗണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ആ ഓരോന്നിൻ്റെയും എമൗണ്ട്, അതിൻ്റെ പീരീഡ് ഈസ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ ക്ലോസിംഗ് ഡേറ്റ്, അതിൻ്റെ എമൗണ്ട്, ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എമൗണ്ട് it is calculated as total of the products. ആ എമൗണ്ട് into, so this is the product, the total product, into rate. Rate is given in the question. Rate ഉണ്ടാവും, date of withdrawal ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് multiplied by the rate into. ഇനി നമുക്ക് ഇത് എത്ര പീരീഡിനാണ് കാണേണ്ടത് എന്നുള്ളത്, അത് ഫിക്സ്ഡ് ആണ് എപ്പോഴും. That is always for 1 month. That is 1/12. 1 monthൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12. അപ്പോൾ ദിസ് ഈസ് പെർമനൻറ്റ്. അതെല്ലാ പ്രോബ്ലത്തിലും ഫിക്സ്ഡ് ആയിരിക്കും. 1 month ആണ് കണക്ക്. ദാറ്റ്സ് ആസ് പെർ ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ടോട്ടൽ ഓഫ് ദ പ്രോഡക്റ്റ്, അതായത് ഇതാണ് പ്രോഡക്റ്റ്, അതിൻ്റെ ടോട്ടൽ, ആ ടോട്ടല് into rate of drawing interest is given into 1/12. 1/12 is permanent. ഈ കിട്ടുന്നതായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസക്കണക്കുകളായിട്ട് അല്ല ദിവസക്കണക്കുകളായിട്ടാണ് വിഡ്രോവൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡേയ്സിൽ കണക്കാക്കണം, പീരീഡ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും മാസത്തിന് പകരം. മനസ്സിലായില്ലേ? അപ്പോൾ ദിവസങ്ങളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ 365 എന്നുള്ള രീതിയിൽ കാണേണ്ടി വരും. ഡേയ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ഡേയ്സ് ആണ് ഇതിൻ്റെ പീരീഡിൽ വരുന്നത്, ഡിവൈഡഡ് ബൈ 365. അക്കോർഡിംഗ്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കൂടുതൽ കേസുകളിലും വരാവുന്നത് ഇങ്ങനെ മന്ത്സിന് ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇൻറ്റു 1/12 തന്നെയായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ വരുന്ന മെത്തേഡുകൾ. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡുകളിൽ കൂടിയും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ഇതിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷനും ക്ലോസിംഗ് ഡേറ്റും വരെയുള്ള പീരീഡിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ കവിഞ്ഞ് കൂടുതൽ ഒന്നുമില്ല. അതിൽ നിന്ന് വിഡ്രോവൽ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അത് മാത്രമേ നമുക്ക് നോക്കണ്ടൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോവൽ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ക്യാപിറ്റലിൽ, ആ ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ക്യാപിറ്റലിൽ നിന്നും ഡയറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ അതാണ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് വേറെ, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ വേറെ. അത് ശ്രദ്ധിക്കുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്നും സ്വകാര്യ ആവശ്യങ്ങൾക്കായി എടുക്കുന്ന എമൗണ്ടാണ് ഡ്രോയിങ്സ്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ആ ഡ്രോയിങ്സിന്മേലാണ്. അതല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ, ഇപ്പോൾ സപ്പോസ് എ ഇൻട്രൊഡ്യൂസ് എ ക്യാപിറ്റൽ ഓഫ് 50,000 rupees. അപ്പോൾ എയുടെ ക്യാപിറ്റൽ 50,000 ആണ്. അതിൽ നിന്നും ഒരു 10,000 എ വിഡ്രോ ചെയ്യുമ്പോൾ ദറ്റ് ഈസ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അത് ഡ്രോയിങ്സ് അല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ ജനുവരി 1 2018 50,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു. എ എന്ന് പറയുന്ന പാർട്ട്ണർ 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് സെപ്റ്റംബറിന് 10,000 rupees വിഡ്രോ ചെയ്തു. ജനുവരി 1 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൽ നിന്നും ഫസ്റ്റ് സെപ്റ്റംബറിൽ 10,000 വിഡ്രോ ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഡ്രോയിങ്സ് അല്ല. ഈ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ജനുവരി 1 കോൺട്രിബ്യൂട്ട് ചെയ്തു 50,000. എന്ന് വരെ ഉണ്ട് 50,000 ഫസ്റ്റ് സെപ്റ്റംബർ വരെ. അപ്പോൾ ഓഗസ്റ്റ് 31 വരെ നോക്കണ്ടു 50,000 രൂപ ക്യാപിറ്റൽ. അപ്പോൾ ജാൻ ടു ഓഗസ്റ്റ് ആ 8 മാസം 50,000-ന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
എന്നാൽ സെപ്റ്റംബർ 1 മുതൽ ക്യാപിറ്റൽ 40,000 ആയിട്ട് കുറഞ്ഞു. കാരണം 10,000 സെപ്റ്റംബർ 1 വിഡ്രോ ചെയ്തു. സോ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ് ടു 40,000. 50,000-ൽ 10,000 വിഡ്രോ ചെയ്തില്ലേ, അപ്പോൾ ബാക്കി 40,000. അപ്പോൾ 40,000-ൽ മേലാണ് 1 സെപ്റ്റംബർ ടു നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ ആണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസത്തേക്ക് ഈ 40,000 മേലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ജനുവരി തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള 8 മാസത്തേക്ക് 50,000 മേലും, സെപ്റ്റംബർ 1 തൊട്ട്, അതായത് ഓഗസ്റ്റ് ശേഷം സെപ്റ്റംബർ 1 തീയതിയാണ് ഈ വിഡ്രോവൽ 10,000, ബാക്കിയുള്ള 40,000 മേൽ നമ്മൾ 4 മാസത്തേക്കും, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസത്തേക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ 2 തട്ടിലായിട്ട് അല്ലെങ്കിൽ 2 സെക്ഷനിലായിട്ട് നമ്മൾ 2 സ്റ്റെപ്പിലായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം 50,000-ന്, പിന്നെ 40,000-ന്. ബിക്കോസ് ദർ ഈസ് എ വിഡ്രോവൽ ഇൻ ബിറ്റ്വീൻ, അതിനിടയിൽ ഒരു വിഡ്രോവൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ഇൻ ദ കേസ് ഓഫ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അത് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ആണ്, ഡ്രോയിങ്സ് അല്ല. അത് തെറ്റിദ്ധരിക്കരുത്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് സാധാരണ റിപ്പീറ്റ് ചെയ്ത് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആവശ്യങ്ങൾക്ക് എടുക്കുന്നതാണ്. അത് അല്ല ക്യാപിറ്റലിലത്തെ വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനിലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനിലും ശ്രദ്ധിക്കേണ്ടത്. ഇത് വ്യക്തമായിട്ട് ടെക്സ്റ്റിലുണ്ട്. ഈ പറഞ്ഞ എല്ലാ മെത്തേഡും കാര്യങ്ങളും എഴുതി പഠിക്കണം. അതിൽ ഞാൻ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലാണ് കൂടുതൽ കാൽക്കുലേഷൻസ് മെത്തേഡ്സ് വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒരു ടേബിൾ പ്രിപ്പയർ, ഇതേപോലെ ഇല്ല, ഞാൻ നേരത്തെ കാണിച്ച പോലെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് ഓരോ സിറ്റുവേഷൻ എഴുതുക, അതിൻ്റെ മെത്തേഡ് എഴുതുക. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ, എമൗണ്ട് ഈസ് ഗിവൺ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഈസ് ഗിവൺ, എങ്ങനെയാണ് കണക്കാക്കുക. പിന്നത്തെ ഡേറ്റ് ഈസ് ഗിവൺ, ഡേറ്റ് ഈസ് നോട്ട് ഗിവൺ, റേറ്റ് ഈസ് ഗിവൺ, എമൗണ്ട് ഈസ് ഗിവൺ. അപ്പോൾ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു 6/12 6 മാസത്തേക്ക് കാണും. കാരണം ഡേറ്റ് തന്നിട്ടില്ല. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള പീരീഡ്. അത് ഓപ്പണിംഗ് ഡേറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ എഴുതി കാണിച്ചു തന്നു. ഓപ്പണിംഗ് ഡേറ്റ് മുതൽ 1 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ എന്നാണോ വിഡ്രോവൽ അന്ന് തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെ. പിന്നെ ഞാൻ പറഞ്ഞ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്, മിഡിൽ ഓഫ് ദ ഈച്ച് മന്ത്, ക്ലോസിംഗ് ഓഫ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് അല്ലെങ്കിൽ ക്വാർട്ടർ, പിന്നെ ഈ പ്രോഡക്റ്റ് മെത്തേഡ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബുക്കിലുണ്ട്. അത് എഴുതി പഠിച്ചാൽ മാത്രമാണ് വളരെ തീരെ സമയം എടുക്കാതെ ചെയ്താൽ നമുക്ക് മാർക്ക് മേടിക്കാവുന്നതാണ്. ഇതൊക്കെ ഷോർട്ട് ആൻസറാണ് ഈ ചാപ്റ്ററിൽ അവശേഷിക്കുന്ന ഭാഗത്തുള്ളതാണത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇന്ന് പ്രോബ്ലം ചെയ്ത് തുടങ്ങുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനിലാണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് സൈഡ് ഹെഡിങ് എഴുതണം പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മെത്തേഡൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലം ലാസറിൻ്റെ ബുക്കുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് 84, പേജ് നമ്പർ 84-ലാണ്. അപ്പോൾ അതിൽ ഇലസ്ട്രേഷൻ 9. അല്ലാത്തവർ അവരവരുടെ ബുക്കിൽ ഈ ഭാഗം നോക്കുക. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതിന് സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ ബുക്കുള്ളവർ ശ്രദ്ധിക്കുക. ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം A and B are partners in a firm. Their capital showed the balance on 1st January 30,000 and 20,000. 30,000, 20,000 അവരുടെ ക്യാപിറ്റൽ. ഡ്യൂറിങ് ദി ഇയർ 2010 A introduced additional capital of 10,000 on 1st June and B brought in 15,000 on 1st July. A ജൂൺ 1 തീയതിയും B ജൂലൈ 1 തീയതിയും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% റേറ്റ് തന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബർ. ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ടു A and B. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം.
മനസ്സിലായില്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആദ്യം അവരുടെ ക്യാപിറ്റൽ ഫസ്റ്റ് ജാനുവരിയിലത്തെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 30,000-ഉം 20,000-ഉം. അതേ സമയത്ത് പിന്നെ അഡീഷണൽ ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ വേണം നമ്മൾ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. രണ്ടായിട്ട് വേണം ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. എങ്ങനെയാണ് രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മേലാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 30,000-ഉം 20,000-ഉം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ ബി, രണ്ട് പേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. എയുടെ 30,000 ആണ് അതിൻ്റെ 10%. 30,000 അതിൻ്റെ 10% ആണ് ക്യാപിറ്റൽ എന്നുള്ളത്. Interest on capital is not 10%, it is 6%. 6% on the opening capital. അപ്പോൾ it is 6/100. അപ്പോൾ this is 1800. അതേ സമയത്ത് ബിയുടെ 20,000 ആണ്. അപ്പോൾ 20,000 ഇൻറ്റു 6/100 ആണ് ആളുടെ 1200 വരും. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേലുള്ള ഇൻട്രസ്റ്റ്. പിന്നെ പറയുന്നുണ്ട് ഡ്യൂറിങ് ദി ഇയർ 2010 എ ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ 10,000 ഓൺ 1st June. 1st June ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 1st June തൊട്ട് അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. ദിസ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ. അതാണ് ഞാൻ പറഞ്ഞ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ എ ചെയ്തിട്ടുള്ളത് 1st June ആണ്. അപ്പോൾ ജൂൺ തൊട്ട് അവരെ ക്ലോസിംഗ് ഡേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 30 December. അപ്പോൾ June 1 തൊട്ട് December 31 വരെ ഉള്ള എത്ര മാസം? ഇത് 7 മാസം. ആ 7 മാസത്തേക്കുള്ള 10,000 രൂപയാണ് അവരുടെ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ എയുടെ 10,000 ഇൻറ്റു റേറ്റ് 6/100 ഇൻറ്റു 7/12. അതാണ് എക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ബിയുടെ അഡീഷണൽ ക്യാപിറ്റൽ 15,000 ആണ്. ഇൻറ്റു 6/100 ഇൻറ്റു അഡീഷണൽ ക്യാപിറ്റൽ ഓൺ 1st July ആണ്. 1st July ടു December 6 മാസത്തേക്കുള്ള എമൗണ്ട്. ഇതാണ് അഡീഷണൽ ക്യാപിറ്റലിന്മേലുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ എയുടെ 7 മാസത്തേക്കുള്ളത് 350, ബിയുടെ 450. ഇതാണ് അവരുടെ അഡീഷണൽ ക്യാപിറ്റൽ മേലുള്ളത്. അപ്പോൾ ആകെ 2,150, എയുടെ ബിയുടെ 1,650. ദിസ് ഈസ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഡേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ അഡീഷണൽ ക്യാപിറ്റൽ മേലെ അന്ന് തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി ഇതിൽ തന്നെ ചില കേസുകളിൽ ഇപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ തന്നിട്ട് കണ്ടുപിടിച്ചു, ഒരു കൊല്ലത്തേക്ക് കണ്ടുപിടിച്ചു. എന്താ കാരണം? ജനുവരി 1-ാം തീയതി അത്രയും ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ദ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ക്വസ്റ്റ്യനിൽ ദ ക്യാപിറ്റൽ ഗിവൺ ഈസ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ക്ലോസിംഗ് ക്യാപിറ്റലിന്മേൽ ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഒരു ഫുൾ ഇയറിന്, ഒരു കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം.
അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണണം എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് ചെയ്ത് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് അതിന്മേൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓപ്പണിംഗ് ക്യാപിറ്റൽ തരാത്ത ക്വസ്റ്റ്യനുകളിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതുപോലെ പ്രത്യേകം ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ, അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഉള്ള പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇലസ്ട്രേഷൻ 10 പേജ് നമ്പർ 86. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 85 ഇലസ്ട്രേഷൻ 9 ആണ്. പേജ് 85 ഇലസ്ട്രേഷൻ 9. അടുത്തത് 86 ഇലസ്ട്രേഷൻ, പേജ് 86 ഇലസ്ട്രേഷൻ 10. അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഫ്രം ക്ലോസിംഗ് ക്യാപിറ്റൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുമേ കണ്ടുപിടിച്ചാൽ അതുമേ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പം അത് നമ്മൾ സാധാരണ തന്നിട്ടുള്ള ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. സോ ദറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അത് എഴുതുക. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദ ക്യാപിറ്റൽ ഗിവൺ ഈസ് 10,000 rupees. ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇതിൽ കൂടി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസാണ് ഡെബിറ്റ് ചെയ്യുക? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, ഇതൊക്കെയാണ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഈ ഐറ്റംസ് ഒക്കെ കുറച്ചതിന് ശേഷമുള്ള ക്യാപിറ്റലാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് തന്നുള്ളത്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, അല്ലെങ്കിൽ ഇതിനെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. സോ ദാറ്റ് ഈസ് സപ്പോസ് ഇറ്റ് ഈസ് 10,000. ഇതിൽ നിന്നും നമ്മൾ ഡ്രോയിങ്സ് കുറച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറച്ചിട്ടുണ്ട്, ലോസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചുള്ള ഐറ്റംസൊക്കെ അതിൽ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഒരു കൊല്ലം മുമ്പുള്ളത് അല്ലെങ്കിൽ 12 മാസം മുമ്പുള്ള ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു കൊല്ലത്തിനിടയിൽ ഡ്രോയിങ്സ് കുറച്ചു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറച്ചു, ലോസ് ഉണ്ടെങ്കിൽ അത് കുറച്ചു. ഇതൊക്കെ ആഡ് ബാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അതിന് മുമ്പുള്ള ക്യാപിറ്റൽ കിട്ടുക. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫോർമുല പോലെ ആഡ് ഡ്രോയിങ്സ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ആഡ് ലോസ്. ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ലോസ് ഇല്ല, അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ 2,000 രൂപ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, 300 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, ലോസ് ഇല്ല. അപ്പോൾ 12,300 കിട്ടി. ഈ ആഡ് ചെയ്യാൻ കാരണം എന്താണ്? ഇതൊക്കെ ഓൾറെഡി കുറച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് മുമ്പുള്ളത് കിട്ടാൻ. അതേപോലെ പല ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ടാവും. ദോസ് ഐറ്റംസ് വിച്ച് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. നമ്മൾ സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാറുണ്ട് പല ഐറ്റംസും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്, സാലറി, കമ്മീഷൻ, ഇതെല്ലാം ക്യാപിറ്റലിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ്.
അതായത് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്, ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റംസ് ആണ്. അതിനൊക്കെ ശേഷമുള്ള ക്യാപിറ്റലാണ് ഈ കിട്ടിയിട്ടുള്ളത്, ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് മുമ്പുള്ളത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അതൊക്കെ അതിൽ നിന്ന് ലെസ് ചെയ്യണം. നമ്മൾ മുൻപേ ആഡ് ചെയ്തതൊക്കെ ലെസ് ചെയ്യണം, മുമ്പേ ലെസ് ചെയ്തതൊക്കെ ആഡ് ചെയ്യണം. അതായത് ഇറ്റ്സ് കോൾഡ് ബാക്ക് കാൽക്കുലേഷൻ. നമ്മളങ്ങനെ ചെയ്തതൊക്കെ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്താൻ പറ്റും. കാരണം നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷമുള്ള ക്ലോസിംഗ് ക്യാപിറ്റലാണ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ മേലായിരിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ക്യാപിറ്റലുമായി എന്തൊക്കെ ചെയ്തതോ അതൊക്കെ റിവേഴ്സ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ആഡ് ചെയ്ത് ലെസ് ചെയ്യണം, ലെസ് ചെയ്തത് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മറ്റുള്ളതൊക്കെ ആഡ് ചെയ്യണം. അതാണ് ഇപ്പോൾ ചെയ്തത്, ഞാനൊരു എക്സാമ്പിൾ. ഇനി അതേപോലെ നിങ്ങൾ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, സാലറി, കമ്മീഷൻ, വരാൻ സാധ്യതയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഉണ്ടാവണമെന്നില്ല. അപ്പം അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ദാറ്റ് പാർട്ണർ ഈസ് അലൗഡ് എ സാലറി ഓഫ് 1000 rupees per annum, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% is charged. ഇതൊക്കെ നമുക്ക് ലെസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതുന്നതിന് പകരം നമ്മളിതൊക്കെ ഇന്നർ കോളത്തിൽ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 500, ഹീസ് അലൗഡ് സാലറി ഓഫ് 1000, ഹിസ് പ്രോഫിറ്റ് ഷെയർ ഈസ് 2500, കമ്മീഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് 4000, ലെസ് ചെയ്യുമ്പോൾ 8300 കിട്ടി. ദിസ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് ഇതിന്റെ എത്ര ശതമാനം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും? 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ്. ഫൈൻഡ് ഔട്ട് 6% ഓഫ് 8300 വിച്ച് ഈസ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ല ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. വി സ്റ്റാർട്ട് ഫ്രം ദ ക്ലോസിംഗ് ക്യാപിറ്റൽ ആൻഡ് എൻഡ് വിത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിലെന്താ ചെയ്തത്? മുൻപ് ചെയ്ത ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ റിവേഴ്സ് ചെയ്യുക. മുമ്പ് നമ്മൾ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ടുണ്ട്, അതൊക്കെ ആഡ് ചെയ്തു. മുമ്പ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പ്രോഫിറ്റും സാലറിയും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ലെസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ മുമ്പുള്ള പ്രോഫിറ്റ് കിട്ടി. അതാണ് വർഷം ആരംഭിക്കുമ്പോഴത്തെ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അങ്ങനെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇതേപോലെ ഈ പേജ് നമ്പർ 86 ഇലസ്ട്രേഷൻ 10 അതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിൽ ഇലസ്ട്രേഷൻ 11 ഉണ്ട്. അത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഞാനൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. ANBR പാർട്ട്നേഴ്സ്, പേജ് നമ്പർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പേജ് നമ്പർ 86 illustration 10. ANBR partners, their capital at the end of the year is 46,000 and 34,000. അപ്പോൾ നോക്കുക 46,000 34,000 at the end of the year. അപ്പോൾ മനസ്സിലായി അത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണെന്ന്. ഡ്യൂറിംഗ് ദി ഇയർ 2011 ഡ്രോയിങ്സ്, A's drawings, B's drawings തന്നിട്ടുണ്ട് 6,800 and 10,700. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് A200, B300. A had been credited with a salary of 3,000. Bക്ക് ഒരു കമ്മീഷൻ ഉണ്ട് 4,000. ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്, സാധാരണ ക്യാപിറ്റലിൽ വരുന്ന ഐറ്റംസ് ആണ്. പ്രോഫിറ്റ്സ് ആഫ്റ്റർ മേക്കിംഗ് ദ എബവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് വർ 30,000. ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ ദീസ് അഡ്ജസ്റ്റ്മെന്റ്സ് 30,000. അപ്പോൾ ആ പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ വീതിക്കുക. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ P&L അപ്രോപ്രിയേഷനിലൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ ഡിവിസിബിൾ പ്രോഫിറ്റ് അപ്പോൾ അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഷെയർ ചെയ്തിട്ടുണ്ടാവും. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 6% ഫോർ ദി ഇയർ എൻഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ്
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടില്ല, ഇവിടെ തന്നിട്ടുള്ളത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്, 2 കോളം വരയ്ക്കുക. 2 പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും. അപ്പോൾ എമൗണ്ട് കോളം 2 എണ്ണം വരയ്ക്കുക. എ, ഇവിടെ ഒരു കോളം വരയ്ക്കുക, എ ബി, ഒരു പർട്ടിക്കുലർ കോളം അങ്ങനെ വരയ്ക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പർട്ടിക്കുലർ കോളം വരയ്ക്കുക, എ ബി, ഇങ്ങനെ. ഇത് എ, ഇത് ബി, 2 പാർട്ട്നേഴ്സ്. ഐറ്റംസൊക്കെ സെയിം ആയിരിക്കും, അത് ഈ 2 കോളത്തിലായിട്ട് എഴുതുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഓരോ പാർട്ട്ണറുടെ എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് ഈ കോളത്തിൽ 2 കോളം കൊടുക്കുക, അത് എഴുതുക. എ ബി, ഓരോ ഐറ്റംസും എഴുതുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഓരോ ഐറ്റംസ് എഴുതുമ്പോൾ എന്തൊക്കെയുണ്ട്? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യാം, ലോസ് ഇല്ല. പിന്നെ സാലറി തന്നിട്ടുണ്ട്, എയുടെ. അപ്പോൾ സാലറി എയുടെ കോളത്തിൽ എഴുതുക, അത് ലെസ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, അതിനെ ലെസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ലെസ് എന്ന് എഴുതിയിട്ട് ഇന്നർ കോളം വരച്ചിട്ട് അതിലെഴുതുക. ഏതൊക്കെ? ഓരോരുത്തരുടെയും. എയുടെ സാലറി, ബിയുടെ കമ്മീഷൻ. പ്രോഫിറ്റ് 30,000 ആണ് ആഫ്റ്റർ ഓൾ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ 30,000 ഫെയിമിൻ്റെ പ്രോഫിറ്റാണ്. വി ഹാവ് 2 പാർട്ട്നേഴ്സ്. അപ്പോൾ അവരുടെ അത് പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാനുള്ള റേഷ്യോ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു റേഷ്യോവിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നാൽ they are sharing equally. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പഠിച്ചിട്ടുണ്ട്, if the ratio is not specified, it is assumed that it is in the 1:1 profit sharing ratio, equal ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലി ഷെയർഡ്. അപ്പോൾ ഈ 30,000 ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ 15,000 ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ വരും, അതും ഷെയർ ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യണം? അതൊക്കെ ലെസ് ചെയ്യേണ്ട ഐറ്റംസിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ്, സാലറി, എല്ലാം, കമ്മീഷൻ, ഇതെല്ലാം ലെസ് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരുടെ എയുടെയും ബിയുടെയും ഓരോ ക്യാപിറ്റൽ കിട്ടും. ദാറ്റ് ഈസ് ദെയർ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. അതിന് നേർക്ക് എഴുതുക ഓപ്പണിംഗ് ക്യാപിറ്റൽ, എക്ക് ഇത്ര, ബിക്ക് ഇത്ര. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൻസർ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽസ് എ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്, 6% പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുക. ബി, ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ 6% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആകെയുള്ള നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് 11ാമത്തെ ക്വസ്റ്റ്യനും. പേജ് നമ്പർ 87. പേജ് 87, പ്രോബ്ലം നമ്പർ 11, ഇത് 10. അതും ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ 40,000, 30,000 അവരെ ക്യാപിറ്റലുണ്ട്, റേഷ്യോ ഉണ്ട്. 1st July M had withdrawn 10,000. on 1st September N had withdrawn 6,000. ഇതിലുള്ളൊരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ അവരുടെ ക്യാപിറ്റലിൽ നിന്നുള്ള ഞാൻ തോന്നില്ല, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ് അല്ല, ക്യാപിറ്റലിൽ നിന്ന് നേരിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് വേണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 സെക്ടറിലായിട്ട് കാണണം. ഒന്ന് ജനുവരി 1 ക്യാപിറ്റലാണ് എന്നുള്ളത്. ആ ജനുവരി 1 തൊട്ട് on 1st July M had withdrawn 10,000. അപ്പോൾ ജനുവരി 1 തൊട്ട് 1st July വരെ, അതായത് ജൂൺ 30 വരെ 40,000 ഇൻട്രസ്റ്റ് കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ 10,000 വിഡ്രോ ചെയ്യുന്നുണ്ട് എം. അപ്പോൾ 40,000 10,000 വിഡ്രോ ചെയ്താൽ പിന്നെ 30,000 ഉണ്ടാവുള്ളൂ. 30,000 വേണം on 1st July to അവരുടെ ക്ലോസിംഗ് ഡേറ്റ് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% per annum ഫോർ ദി ഇയർ എൻഡിങ് 31st December. അപ്പോൾ 31st December, 1st July തൊട്ട് 31st December വരെ ഉള്ള 6 മാസത്തേക്ക് 30,000 ഇൻട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് എം 2
കാൽക്കുലേഷൻ വേണം. ഒന്ന് ഫ്രം 1st January to 1st July അല്ലെങ്കിൽ ജൂൺ 30 വരെ 6 മാസം 40,000-ന് 6% 6 മാസത്തേക്ക്. അതിൻ്റെ താഴെ തന്നെ 30,000-ന് അതായത് ഡേറ്റ് എഴുതുക 1st July to 31st December. 30,000 into 6/100 into 6/12. എന്താണ് 30,000 വരാൻ കാരണം? 40,000 ആയിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ, 10,000 വിഡ്രോ. അത് രണ്ടും കൂടി കൂട്ടിയാൽ എമ്മിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുപോലെ തന്നെ എന്നിന് ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000, 1st September എൻ വിഡ്രോൺ 6,000. അപ്പോൾ 1st Jan തൊട്ട് 1st September വരെ, അതായത് 31st August വരെയുള്ള 8 മാസം. ആ 8 മാസത്തേക്ക് 30,000 മേൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അന്ന് 6,000 ആണ് വിഡ്രോ ചെയ്യണത്. അപ്പോൾ സെപ്റ്റംബർ 1 തൊട്ട് ഡിസംബർ വരെയുള്ള സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസത്തേക്ക് 30,000-ൽ 6,000 മൈനസ് ചെയ്തു. 6,000 വിഡ്രോ ചെയ്തു. 1st September ബാലൻസ് ഈസ് 24,000. അതിൻ്റെ 6% അത് എത്ര മാസത്തേക്ക്? 4 മാസത്തേക്കാണ് ഇൻറ്റു 4/12. അപ്പോൾ അയാളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000-ന് മേൽ 8 മാസത്തേക്ക് എഴുതണത്. 1st Jan തൊട്ട് 1st September, 1st Jan to 1st September 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12. പിന്നത്തെ സ്റ്റെപ്പിൽ 1st September to December 31st 24,000. മനസ്സിലാവുന്നില്ലേ? ബ്രാക്കറ്റിൽ 30,000 മൈനസ് 6,000, ദാറ്റ് ഈസ് 24,000 ഇൻറ്റു 6/100 ഇൻറ്റു 4/12 4 മാസത്തേക്ക്. അപ്പോൾ അയാളുടെ 2 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി, ഓപ്പണിംഗ് മേലും പിന്നെ വിഡ്രോവലിന് ശേഷമുള്ള പീരീഡ്. അപ്പോൾ അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മളത് റെഡ്യൂസ് ചെയ്യണം ആ മാസക്കണക്ക്. അങ്ങനെ 2 സ്റ്റെപ്പിൽ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഹോംവർക്ക്സൊക്കെ ചെയ്യുക. പിന്നെ ഇതിൽ നോട്ട് ചെയ്യുക, പേജ് നമ്പർ 115, പേജ് നമ്പർ 115, അതിൽ 23, 24, 25 ഇത് മൂന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക. ഇതിൽ ഓരോന്നും സിമിലർ ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ തിയറി പാർട്ട് വായിക്കുക, ഞാൻ പറഞ്ഞ പോലെ. എന്നിട്ട് എഴുതി വയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എഴുതി വെച്ചോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തതൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ അതിലെ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.